ഹലോ ഗേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗേസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് ന്യൂ വാലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് നമ്മൾ ഫ്രീ ഫയർ ഇന്ന് ന്യൂ വാല അപ്ഡേറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ഫയർ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല ബെസ്റ്റ് ചില സെൻസിറ്റിവിറ്റി സെറ്റിംഗ്സ് ആണ് ഇന്ന് ഗേസ് നമ്മുടെ ചാനലിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ആൾന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗേസ് വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പം നമുക്ക് ആദ്യം നമുക്ക് താഴെ ഭാഗത്ത് നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പം നമുക്ക് താഴെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റിയ ഫ്രീ ലുക്കാണ്. അപ്പോൾ ഫ്രീ ലുക്കും ഹെഡ്ഷോട്ടും തമ്മിൽ കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആക്കി വെച്ചാൽ പോലും നമുക്ക് ഹെഡ്ഷോട്ട് കയറണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രീ ലുക്കീസ് എല്ലാവർക്കും അറിയാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ബാക്കത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ സൈഡിലുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 80 കൊടുത്താൽ മതി. അപ്പോൾ 80 താഴെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 80 അല്ലെങ്കിൽ 80 താഴെ കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഫ്രീ ലുക്കിൻ്റെ ഐ ബട്ടൺ നിങ്ങൾ കുറച്ച് വിട്ട് വെക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ അറ്റാക്കിംഗ് ടൈമിലൊക്കെ നമ്മളെ കഴിയൊക്കെ അറിയാതെ തട്ടുന്ന സമയത്തേക്ക് മാച്ച് തന്നെ ആകെ കോളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പല ടൈമിൽ എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിട്ട് വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് കാണാൻ പറ്റിയ നമ്മൾ സ്നൈപ്പർ സ്കോപ്പാണ്. അപ്പോൾ സ്നൈപ്പർ സ്കോപ്പ് നിങ്ങളൊരു 50 താഴെ കൊടുത്താൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ 50 കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു 40 അടിയിൽ കൊടുക്കുക. അപ്പോൾ 50 40 അടിയിൽ നിങ്ങൾ മാക്സിമം കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയും പോകേണ്ട, അതിൻ്റെ മുകളിലും പോകേണ്ട ആവശ്യമല്ലോ. ഓക്കെ, അപ്പോൾ നല്ല നമുക്ക് നല്ല അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെൻസിറ്റിവിറ്റിയാണ് നമുക്ക് 50 കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ 40 താഴെ കുറച്ചുണ്ടെങ്കിൽ നമ്മൾ സ്കോപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 40 തൊട്ട് ഒരു 50 കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും 4 ഓപ്ഷനാണ്. അപ്പോൾ 4 സ്കോപ്പ് കാണാൻ പറ്റും, 2 സ്കോപ്പ് കാണാൻ പറ്റും, റെഡ് ഡോട്ട് കാണാൻ പറ്റും, അത് നമ്മൾ ജനറലി കാണാൻ പറ്റും. അപ്പോൾ ഇത് 4ആണ് നമ്മുടെ ഹെഡ് ഷോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ. അപ്പോൾ ഹെഡ് ഷോട്ട് അടിക്കാൻ യൂസ് ആവുന്ന നമ്മുടെ സെറ്റിങ്സ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ താഴെ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുക. അല്ലത് ഇനി 4 സ്കോപ്പ് ആണ്. അപ്പോൾ 4 സ്കോപ്പ് ഞാൻ പറയുന്നത് നമ്മൾ 120. ഓക്കെ, അപ്പോൾ എന്തായാലും 4 സ്കോപ്പ് സെറ്റിങ്സ് നിങ്ങൾ കൊടുക്കേണ്ടത് 120 ആട്ടോ. അപ്പോൾ ഇതിൽ കുറക്കാനും കൂട്ടാനും ഞാൻ പറഞ്ഞില്ല, 120 ഇതിൽ പെർഫെക്റ്റ് ആയ സെക്ഷൻ കേട്ടോ. അപ്പോൾ 120 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താ വെച്ചാൽ നമ്മൾ സ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെഡ് ഷോട്ടൊക്കെ ഡ്രാഗ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്യില്ല. ആ ടൈമിലൊക്കെ നമുക്ക് നല്ല എയിമും കാലം നോക്കാവും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഹെഡിലൊക്കെ ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ 2 സ്കോപ്പ് ആണ്. അപ്പോൾ 2 സ്കോപ്പ് ഒരു 90 കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 90 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 2 സ്കോപ്പ് യൂസ് ചെയ്യുന്ന ഗണ്ണുകൾ വെച്ചുകൊണ്ട് നമ്മൾ സ്കോപ്പ് ഓൺ ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുന്ന ടൈമിൽ മാക്സിമം നമുക്ക് നല്ല റെഡ് ഡാമേജ് കിട്ടും. അപ്പോൾ മാക്സിമം നമുക്ക് ഹെഡ് ഷോട്ടൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഡ്രാഗ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ഡ്രാഗ് ചെയ്യേണ്ട ഡീറ്റെയിൽ ആലും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനലിൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആലൊരു കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് കുറേ ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡ് ഡോട്ട് ആണ്. അപ്പോൾ റെഡ് ഡോട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരെ പകുതി ആയിട്ടാണ്. അപ്പോൾ 200 ആണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നേരെ പകുതി ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 100 കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊരു 50 ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 50 ആക്കി കൊടുത്താലും വലിയ രീതിയിലെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. എങ്കിൽ പോലും 100 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മളെ ജനറൽ സെറ്റിങ്സ് ആണ്. അപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിങ്സ് ആണ്. അപ്പോൾ ജനറലി നിങ്ങൾ കൊടുക്കേണ്ടത് നോക്കുകയാണെങ്കിൽ 160 ആട്ടോ. അപ്പോൾ 160 നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ലോ ഡിവൈസിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, ഒരു 10 പോയിന്റ് കൂടി കൂട്ടി വെക്കാൻ നോക്കുക. അപ്പോൾ 160 നമ്മൾ എല്ലാവരും നോർമലായിട്ട് കൊടുക്കുക. പക്ഷേ നമ്മൾ ലോ ഡിവൈസ് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, നിങ്ങൾ 170 കൊടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ റാം, അപ്പോൾ നിങ്ങൾ കളിക്കുന്ന മൊബൈലിലെ റാം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ കസ്റ്റമൈസ് എങ്ങനെയും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയാലും നമ്മുടെ മൊബൈലിന് അനുയോജ്യമായ പെർഫെക്റ്റ് ആയ സെൻസിറ്റിവിറ്റി കണ്ടെത്താൽ ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്യുക കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങൾ റാം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മളെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.